അപ്പേ എന്തോ ഇന്ന് അപ്പേന്റെ ഫ്രണ്ടിനെ ചായ കുടിക്കാൻ വിളിച്ചില്ലേ? അപ്പൊ അപ്പേന്റെ ചെവിയിൽ എന്തോ ഒരു സ്വകാര്യം എന്ന് പറഞ്ഞില്ലേ ചേട്ടൻ? അതെന്താ അങ്ങനെ അപ്പന്റെ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞേ? മോനെ, ഞാനും എൻ്റെ സുഹൃത്തൊക്കെ സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സർക്കാർ ശമ്പളം ഉണ്ടാവില്ല, കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ എല്ലാത്തിനും വില കൂടുക. ഗ്യാസിന് വില കൂടി, ചായക്ക് 15ആയി, കടിക്ക് 15ആയി, പെട്രോളിന് ഡീസലിന് വില കൂടുന്നതനുസരിച്ച് അരി സാധനങ്ങൾക്കൊക്കെ വില കൂടും. അതനുസരിച്ച് നമ്മുടെ കൂലി കൂടുന്നില്ല. അപ്പോൾ ഒരു ചായ കഴിക്കാമെന്ന് അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് എങ്ങനെയാണ്, ഒരു ചായയും കടി അവൻ കഴിക്കുകയാണെങ്കിൽ ഇപ്പം ആര് പൈസ കൊടുത്താലും 15 രൂപ അതിന് ചിലവ് വരും. ആ 30 രൂപ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് പാല് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയാൽ അവനും ഭാര്യയ്ക്കും മക്കൾക്കും കൂടെ ചായ കഴിക്കാമെന്ന്. ഒരച്ഛനായതുകൊണ്ടാണ് അവൻ ആ ഫീല് വന്നത്. മക്കൾക്ക് പാൽ ചായ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പോൾ മക്കൾക്കില്ലാതെ അവന് കുടിക്കാനൊരു പ്രയാസം. അതാണ് ഒരു പാക്കറ്റ് പാലും വാങ്ങി വീട്ടിൽ പോയത്. അപ്പം ഇങ്ങനെ യുദ്ധമായാലും എന്തായാലും വില കൂടുന്നത് വലിയ പ്രയാസം തന്നെയാണ്. ഈ ഭൂമിയിൽ ശാന്തിയും സമാധാനം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ ഒരു കൂട്ടുകാരനെ എൻ്റെ ഒപ്പം ജോലി ചെയ്തതാണ്, അധ്യാപകനാണ്. അദ്ദേഹം ശനിയാഴ്ച ആരോടും പറയാതെ കൽപ്പറ്റ അനന്തപത്മ തിയേറ്ററിൻ്റെ അടുത്ത് പോയിട്ട് കർണാടകയിൽ നിന്ന് വന്ന ആൾക്കാരുടെ കൂടെ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഇട്ടുകൊണ്ട് പോയി ഷർട്ടും പാൻറ്റൊക്കെ അവിടുത്തെ ഒരു ബാത്റൂമിൽ പോയിട്ട് മാറിയിട്ട് ഷർട്ടും കൈലിയും കൊണ്ട് എടുത്തിട്ട് വന്ന് നിൽക്കും. എന്നിട്ട് ഇതുപോലെ പണിക്ക് പോകും, കോൺക്രീറ്റ് പണിക്കൊക്കെ. വൈകുന്നേരം ബസ് മാറിയിട്ട് ഫുൾ സ്ലീവ് ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടിട്ട് വീട്ടിലേക്ക് പോകും. പ്രണയിച്ച് കല്യാണം കഴിച്ചത്. അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഭാര്യയെ അറിയിക്കാതിരിക്കാനും കൂടെ വേണ്ടിയിരുന്നു അങ്ങനെ. ഇന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന പലരും ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ മറ്റു പണിക്ക് പോകുന്നുണ്ട്. കാരണം ജീവിത ചെലവ് വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരന്, പ്രത്യേകിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അതിജീവനം വലിയ ബുദ്ധിമുട്ടാണ്. മാറ്റങ്ങൾ ഉണ്ടായേ മതിയാവും.